എത്രയും പ്രിയപ്പെട്ട ജോൺ ടി തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ജിനു, പ്രിയപ്പെട്ട അനു, സ്നേഹമുള്ളവരെ, സ്ക്രീനിലുള്ള നിങ്ങളിൽ പലരും എനിക്ക് പരിചിതരാണ്. സ്ക്രീനിൽ ഇല്ലാത്തവർ അവരും പരിചിതരായിരിക്കും. അവരെ കാണാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനോജ് മനോജിനെ മനോജിനെ കണ്ടു. പിന്നെ നമ്മുടെ ബിജോ മുതലാളി ഉണ്ട്. അങ്ങനെ ഒത്തിരി പേരെ എനിക്ക് പരിചയമുണ്ട്. അവരെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സമയം ഞാൻ അധികം എടുക്കുന്നില്ല. എനിക്കും ഉറക്കമൊക്കെ വരുന്ന സമയമാണ്. നമ്മൾ ഇന്ന് ഒരുമിച്ച് കുറച്ച് സമയം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം ഫാസ്റ്റിംഗ് ആണ്. ഈ യഹൂദന്മാരുടെ ഒരു റിലീജിയസ് പ്രാക്ടീസ് അനുസരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിരുന്നു ദ 3 മെയിൻ പില്ലേഴ്സ് ഓഫ് ജൂവിഷ് സ്പിരിച്വാലിറ്റി എന്ന് പറയാവുന്നത് ഫാസ്റ്റിംഗ്, പ്രയർ ആൻഡ് ആംസ് ഗിവിംഗ്. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ and Jesus reinterprets or Jesus redefines those 3 main pillars of Jewish spirituality. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ഫാസ്റ്റിംഗ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ 50 നോമ്പിന്റെ സമയമാണ്. നമ്മളെല്ലാവരും ഫാസ്റ്റ് ചെയ്യുന്ന സമയമാണ്. എന്താണ് ഫാസ്റ്റിംഗ്? അതിനെക്കുറിച്ച് കുറച്ച് വർത്തമാനം നമുക്ക് ഒരുമിച്ച് പറയാമെന്ന് വിചാരിക്കാം. ഈ ഫാസ്റ്റിംഗ് എന്നത് ഒരു ക്രിസ്ത്യൻ ഐഡിയ ഒന്നുമല്ല. അതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. ഇൻ സിമ്പിൾ ടേംസ്, ഫാസ്റ്റിംഗ് ഈസ് എ സ്പിരിച്വൽ പ്രാക്ടീസ് ഓർ എ സ്പിരിച്വൽ ഡിസിപ്ലിൻ, ബട്ട് നോട്ട് കൺഫൈൻഡ് ടു റിലീജിയൻ ഓർ സ്പിരിച്വാലിറ്റി. ഇത് ആത്മീയ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ മത പശ്ചാത്തലമുള്ളവർ മാത്രം ചെയ്യുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഇതിന്റെ ഒരു മത പശ്ചാത്തലം നോക്കിയാൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ കഠിനമായി നോമ്പ് നോക്കുന്നവരാണ് യഹൂദന്മാരും മുസ്ലിംസും, ആരബ്സ്, മുസ്ലിംസ് ആൻഡ് ജൂയിഷ്. അപ്പോ ഇൻ ദാറ്റ് റെസ്പെക്ട് ഓർ ഇൻ ദാറ്റ് സെൻസ് ഫാസ്റ്റിംഗ് ഈസ് എ സെമിറ്റിക് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്ട്രിക്റ്റ് ആണ് അവർ ആ കാര്യങ്ങളിൽ. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ അവർ കൃത്യമായി നോമ്പ് നോക്കും. ആ കാര്യത്തിൽ 40 ദിവസത്തെ വ്രതം, നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പല സുഹൃത്തുക്കളും ശബരിമലയിലൊക്കെ പോകുമ്പോൾ അവർ മാംസാദികൾ, മദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി അങ്ങനെയുള്ളതെല്ലാം വിട്ടിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാ റിലീജിയനിലും ഉള്ള ഒന്നാണ്. അത് ബുദ്ധിസത്തിലുണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്, പിന്നെ സെമിറ്റിക് പ്രാക്ടീസിൽ അത് കാര്യമായിട്ടുണ്ട്. നമുക്കതറിയാം. എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയക്കാർ പലപ്പോഴും ഫാസ്റ്റിങ്ങിനെ ദേ ഓൾസോ യൂസ് ഫാസ്റ്റിംഗ് ആസ് എ വെപ്പൺ. ഗാന്ധിജി അതിന്റെ നല്ല ഉദാഹരണമാണ്. ഗാന്ധിജി എത്രയോ സന്ദർഭങ്ങളിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും അനേകം ആളുകൾ തിരുവനന്തപുരത്തൊക്കെ സെക്രട്ടേറിയറ്റിന്റെ വാതിക്കലൊക്കെ നിരാഹാര സോ ദേ ഓൾ ഡു ഫാസ്റ്റിംഗ്. ഇനിയും നമ്മളിൽ ഒരു മെഡിക്കൽ പശ്ചാത്തലമുള്ളവർക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം. വണ്ണം കൂടുന്നുവെന്ന് കൂട്ടുകാരികളോ പള്ളിയിൽ വരുമ്പോൾ നമ്മളോട് പറയും, എന്താടാ നിനക്ക് ഇത്തിരി തടി വെച്ചിരിക്കുന്നു, അല്ലെ നിനക്ക് ഇച്ചിരി വണ്ണം വെച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഒരാഴ്ചത്തേക്ക് ഭയങ്കര ഫാസ്റ്റിംഗ്. അപ്പോൾ ഡയറ്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നൊരു റിലീജിയസ് സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന നിലയിൽ വി ഡു ഫാസ്റ്റ്. എന്നാൽ പൊളിറ്റിക്കൽ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അവർക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രൈക്ക് സമരത്തിന്റെ ഭാഗമായിട്ട് അവര് ചെയ്യാറുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇപ്പൊ ടൂറിന് പോണം, വീട്ടിൽ വിടത്തില്ല, അപ്പം കഥ അടച്ചിട്ട് കയറി അങ്ങ് കിടക്കുക, കഴിക്കത്തില്ല, എനിക്കൊന്നും വേണ്ട. ഇനിയും ഇച്ചിരി കൂടെ കടത്തി പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ച കല്യാണം, നമുക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്, അല്ലെ നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്,
അപ്പനും അമ്മയും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, പിന്നെന്ത് ചെയ്യും? അതൊക്കെ പറഞ്ഞപ്പോ പലർക്കും ചിരി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ്. അപ്പം നമ്മളിത് വളരെ കോമൺ ആയി നമ്മുടെ ഡെയിലി ലൈഫിൽ, പൊളിറ്റിക്കൽ ലൈഫിൽ, സ്പിരിച്വൽ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഇനിയും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഓർത്തോറെക്സിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്. വേറെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ പത്തോളജിക്കൽ ഒബ്സഷൻ വിത്ത് കറക്റ്റ് ഈറ്റിംഗ്. ഈ UK കാണും ഈ വീഗൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവര് നമ്മളെ കാണുമ്പോൾ അവര് നമ്മളെ അങ്ങ് വീഗനാക്കും. ഏതു നേരവും ജോലി ചെയ്യുന്ന സ്ഥലത്തും കോളേജിലും കോൺഫറൻസിനും ഒക്കെ കാണുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നമ്മളെ വീഗനാക്കുക. അവരുടെ വിചാരം ലോകത്തിലേക്കും അതൊരു തരം പത്തോളജിക്കൽ ഒബ്സഷൻ ആണ്. ചിലര് കൊളസ്ട്രോൾ കൂടുന്നത്, ഷുഗർ കൂടുന്നത്, അവരും ദേ ഓൾസോ ഡു ഫാസ്റ്റ്, ദേ ഓൾസോ ഹാവ് ഡയറ്റ് പ്ലാൻസ്. എന്നാൽ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഫാസ്റ്റ് ടു ഡിസിപ്ലിൻ ദെയർ ബോഡി. അവരുടെ ശരീരത്തെ ഇങ്ങനെ മെരുക്കാൻ വേണ്ടി, നമ്മൾ ആ ഭാഷയാണ്, ടു ടെയിം ദെയർ ബോഡി. ഡിസിപ്ലിനിങ് യുവർ ബോഡി ഈസ് ഡിഫറെന്റ് ഫ്രം ടൈമിങ് യുവർ ബോഡി. നമ്മൾ ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മെരുക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തെ നമ്മൾ കഷ്ടപ്പെട്ട് ഉപവസിച്ച്, അപ്പം ശരീരം എന്നതിനെ ഇങ്ങനെ ചങ്ങലക്കിട്ട് മെരുക്കി എടുക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആൻഡ് ദോസ് പീപ്പിൾ ദേ റിയലി ഡു ഓർ പ്രാക്ടീസ് സെൽഫ് മോർട്ടിഫിക്കേഷൻ. ചില ആളുകൾ ഇങ്ങനെ ശരീരത്തെ അടിച്ച്, നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വിപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ ദേഹത്ത് അടിച്ച് ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില ആളുകൾ ഈ ഭക്ഷണം കഴിച്ച് മെലിഞ്ഞുണങ്ങി ദേ വാണ്ട് ടു ഡിസ്ഫിഗർ ദെയർ ബോഡി. സോ സം പീപ്പിൾ മോർട്ടിഫൈ ദെയർ ബോഡി, സം പീപ്പിൾ ഡിസ്ഫിഗർ ദെയർ ബോഡി, സം പീപ്പിൾ ചെയിൻ ദെയർ ബോഡി. അപ്പൊ ഇവരുടെ എല്ലാം ഈ മൊണാസ്റ്റിക് മൂവ്മെന്റ്സിലും അങ്ങനെയുണ്ട്. ആശ്രമ പ്രസ്ഥാനങ്ങളിലും അവരെ കഞ്ഞിയെ കഴിക്കും. എന്തിനാണെന്ന് ചോദിക്കുന്നത് ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യാനാണ്. അപ്പം ഈ ഫാസ്റ്റിങ്ങിന്റെ പല എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ദർ ഇസ് എ റേഞ്ച് ഓഫ് മീനിങ്സ് ഫോർ ഫാസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഈ ഉപവസിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ക്രിസ്ത്യാനികൾ മാത്രം ചെയ്യുന്ന ഒന്നല്ല, രാഷ്ട്രീയക്കാരും. എന്തിന്, ഈ ആടുജീവിതത്തിന്റെ സമയത്ത് നമ്മൾ അതെല്ലാം കേട്ടതാണ്. പൃഥ്വിരാജ്, അദ്ദേഹം ഓസ്ട്രിയയില്, അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ട്. ഓസ്ട്രിയയിൽ പോയി വലിയ ഡയറ്റ് പ്ലാൻ ആണ്, അദ്ദേഹത്തിന്റെ വെയിറ്റ് കണ്ടമാനം കുറയ്ക്കണം. അപ്പൊ ഇതൊക്കെ സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫാസ്റ്റിങ്ങും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ മീനിങ് ഓഫ് ബാപ്റ്റിസം ഇഫ് എവ്രി വൺ ഡസ് ദ സെയിം? സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും ജിമ്മിൽ പോകുന്നവരും അല്ലെങ്കിൽ മിസ് വേൾഡിന് പോകുന്നവരും മിസ് ഇന്ത്യക്ക് പോകുന്നവരും മിസ്റ്റർ ഇന്ത്യക്ക് പോകുന്നവരും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഹൗ ഈസ് അവർ ഫാസ്റ്റിംഗ് ഡിഫറെന്റ് ഫ്രം ദോസ് പീപ്പിൾ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഫോക്കസ് ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്നത് ടു അവോയ്ഡ് സംതിങ് ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്. ഇപ്പോ 50 നോമ്പിന്റെ സമയമാകുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇറച്ചി മീനും വേണ്ടാന്ന് വെക്കും. ചിലര് മദ്യം വേണ്ടാന്ന് വെക്കും, ചിലര് സിഗരറ്റ് വേണ്ടാന്ന് വെക്കും, ചിലര് ചോക്ലേറ്റ് വേണ്ടാന്ന് വെക്കും, ചിലര് സൈബർ ഫാസ്റ്റിംഗ് ആണ്, ചിലര് സോഷ്യൽ മീഡിയ വേണ്ടാന്ന് വെക്കും. അപ്പം ഈതർ വി അവോയ്ഡ് സംതിങ് ഓർ വി അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്. അപ്പൊ അത് ഒഴിവാക്കുന്ന, മാറ്റി നിർത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയും. എന്നാൽ ആക്ച്വലി ഈ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർ അബ്സ്റ്റിനൻസ് ഓർ ഇറ്റ് ഈസ് നോട്ട് മിയർ അവോയ്ഡിങ് സംതിങ്, റാദർ ഇറ്റ് ഈസ് എംബ്രേസിങ് സംതിങ് ന്യൂ. അപ്പോൾ ഒരു ജീവിത ദർശനമാണ്. യു ആർ എംബ്രേസിങ് എ വിഷൻ ഓഫ് ലൈഫ്. വൈ യു അവോയ്ഡ് സർട്ടൻ തിങ്സ്, മീറ്റ്, മിൽക്ക് പ്രോഡക്റ്റ്, ഡയറി പ്രോഡക്ട്സ്, അല്ലെങ്കിൽ സൈബർ കാര്യങ്ങളൊക്കെ എന്താണ്? അപ്പൊ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് മിയർ
abstinence, or if it is mere avoiding certain food or certain diet, then it is not Christian. കാരണം അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ വാട്ട് ഈസ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാസ്റ്റിംഗ് ഈസ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വിഷൻ ഓഫ് ലൈഫ് അതിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫാസ്റ്റിങ്ങിനെ കാണുന്നത്. Now, നമ്മൾ യേശുക്രിസ്തു ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നാം പഴയ നിയമത്തിലുള്ള ചില ഉദാഹരണങ്ങൾ പറയാം. There were many instances of people fasting. ഉദാഹരണം പറഞ്ഞാൽ ദാവീദും ശിഷ്യന്മാരും ഫാസ്റ്റ് ചെയ്യുന്നു. For them, fasting was a sign of mourning. വിലാപത്തിന്റെ ഭാഗമാണ്. ഇപ്പോ നമ്മുടെ രീതിയിൽ അത്ര ഇല്ലെങ്കിലും ഈ ഓർത്തഡോക്സ് യാക്കോബായ പാരമ്പര്യങ്ങളിലൊക്കെ ഒരു വീട്ടിൽ മരണം നടന്നാൽ, എനിക്കൊന്ന് ഹൈന്ദവ പാരമ്പര്യങ്ങളിലും അങ്ങനെയുണ്ട്, 40 ദിവസം ഇറച്ചി മീനും കഴിക്കില്ല. കാരണം അത് വിലാപത്തിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മോർണിംഗ്. അങ്ങനെ ചെയ്യാറുണ്ട് ഫാസ്റ്റിംഗ്. 2 സാമുവേൽ 1:12 ദാവീദും കൂട്ടരും അവർ ശൗൽ രാജാവ് മരിക്കുന്ന സമയത്ത് അതിനെ ഓർത്ത് ദുഃഖിക്കുകയാണ്, ഒരു നാട് മുഴുവൻ. ആ സമയത്ത് അവർ ഫാസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ദാവീദിന്റെ തന്നെ ജീവിതത്തിൽ ദാവീദിന്റെ മകന്റെ രോഗവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദാവീദ് ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊരു വിലാപത്തിന്റെയും രോഗത്തിന്റെയും ഒക്കെ അവസരങ്ങളിൽ അങ്ങനെ ചെയ്യാം. ചില സമയങ്ങളിൽ കമ്മ്യൂണിറ്റേറിയൻ ഫാസ്റ്റിംഗ് ഉണ്ട്, ഒരു സമൂഹം മുഴുവൻ ഫാസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് നിനവയിലെ ജനം നമ്മൾ കാണുന്നുണ്ട്. പ്രസംഗമൊക്കെ കഴിയുമ്പോൾ അവരെല്ലാവരും അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, സോ ദ പീപ്പിൾ ഇൻ നിനവേ ദേ ഓൾ ഫാസ്റ്റ്. കാരണം അവരവരുടെ പാപം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു രാജ്യം മുഴുവൻ, ഒരു നാട് മുഴുവൻ ഫാസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി മോശയുടെ ഉപവാസമുണ്ട്, അതൊരു സൂപ്പർ നാച്ചുറൽ ഫാസ്റ്റിംഗ് ആണ്. 40 ദിവസം മോശ ഫാസ്റ്റ് ചെയ്യുന്നു. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മോശ 40 ദിവസം ഉപവസിക്കുന്നതായിട്ട് സീനായി പർവ്വതത്തിൽ വെച്ച് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിൽ ആദ്യം മൊർദെഖായി ഉപവസിക്കുന്നുണ്ട്, പിന്നെ യഹൂദന്മാർ ഉപവസിക്കുന്നുണ്ട്, പിന്നീട് എസ്തർ രാജ്ഞി ഉപവസിക്കുന്നുണ്ട്. അങ്ങനെ ക്രമേണ ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 ശമൂവേൽ 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ജനം ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലും കൂട്ടരും അവരൊരു പ്രത്യേക ഡയറ്റ് പ്ലാൻ സ്വീകരിക്കുകയും അവര് ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് ഈ ഉപവാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വളരെ കാര്യമായി പറഞ്ഞിട്ടുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസാണ്. ഒത്തിരി പറയാം, പക്ഷെ നമുക്കത് തൽക്കാലം അവിടെ വിടാം. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഫാസ്റ്റിംഗ് വീണ്ടും നമ്മൾ അതിൻ്റെ ധാരാളം എക്സ്പ്രഷൻസ് നമ്മൾ കാണുന്നു. ഈ യേശുവിനെ സംബന്ധിച്ച് നമ്മൾ ഈ കാണുന്നത് ഈ ഫാസ്റ്റിങ്ങും ഫീസ്റ്റിങ്ങും ഒരുപോലെ ബാലൻസ് ചെയ്ത ഒരാളാണ് യേശു. കാരണം നമ്മൾ ഒരു യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു 40 ദിവസം 40 രാവും 40 പകലും ഉപവസിക്കുന്നുണ്ട്. ഇപ്പൊ 50 നോമ്പിൽ അങ്ങനെ ഉപവസിക്കുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ പള്ളിയിൽ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം 50 ദിവസം ഭക്ഷണം കഴിക്കത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ കഠിനമായി ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊരു വളരെ ശക്തമായ ഓക്കെ, എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത കുറെ രസകരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു 40 ദിവസം 40 രാവും ഉപവസിക്കുന്നുണ്ട്. അതിനുശേഷമാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്നാൽ ഇതേ യേശുവിനോട് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഞങ്ങളുടെ നേതാവ് യോഹന്നാൻ കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല, പക്ഷെ നിങ്ങളുടെ ഗുരു എപ്പോഴും ഫീസ്റ്റിംഗ് ആണ്. അപ്പം ഇതിന്റെ ഒരു എക്സ്ട്രീമാണ്. ഈ ഉപവാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന യേശു എപ്പോഴും
ഈ സൽക്കാരങ്ങളിലും വിരുന്നുകളിലും ഭക്ഷണമേശകളിലും ഒക്കെ വളരെ കാര്യമായി പങ്കെടുക്കുന്ന ഒരാളായിട്ട് നമുക്ക് യേശുവിനെ കാണാം. ഇപ്പൊ ഈ ജിനുവിനോട് ഞാൻ ഇതിന്റെ ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് എങ്ങനെ എഴുതണമെന്ന് ജിനുവിനോട് ഞാനൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് FAST എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സും ING എന്നത് സ്മോൾ ലെറ്റേഴ്സുമാണ്. അപ്പൊ ഞാനിത് ജിനുവിനോട് പറഞ്ഞപ്പം ജിനു വിചാരിച്ചു UK ഇംഗ്ലീഷ് ഇങ്ങനെ അല്ലല്ലോ, അത് ഒന്നിൽ എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെ എല്ലാ റണ്ണിങ് ലെറ്റേഴ്സ്, ഇതെന്തൊരു സ്പെല്ലിങ്ങാ. ഇനി ഇത് കുട്ടനാടൻ, ഞാൻ UK എന്ന് വരുന്ന ആളാണ്, അപ്പുറ കുട്ടനാട്. ഇനി നിങ്ങൾക്കറിയാത്ത യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന അല്ലാത്തൊരു UK നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അവിടുത്തെ ഇംഗ്ലീഷ് ആണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് ജിനു എന്നോട് ചോദിച്ചു. കാരണം ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞാലും അവസാനം നിങ്ങൾ പറയും ഈ ജിനുവിന് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കണം. ആ സഹോദരൻ എന്നോട് 2-3 വട്ടം ചോദിച്ചു ഇതിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനൊരു ഒരല്പം ഒരു കൗതുകം കൊണ്ട് ഞാൻ ആ അതിനെ ഒന്ന് ട്വീക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതിന്റെ കാരണം ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ലോയിങ് ഡൗൺ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഒരു ജീവിതം, അതിന്റെ തിരക്ക്, നമ്മൾ അതിനെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ നമ്മളെല്ലാം ഫാസ്റ്റ് ലൈഫിലാണ് ജീവിക്കുന്നത്. കുറച്ചൊക്കെ നമുക്കത് ആവശ്യവുമായിരിക്കും. പ്രത്യേകിച്ച് UK പോലുള്ള ഒരു ഫസ്റ്റ് വേൾഡ് രാജ്യത്തൊക്കെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ ജോലി, അതിന്റെ തിരക്കുകൾ, കാര്യങ്ങൾ അപ്പൊ കുറച്ചൊക്കെ ഫാസ്റ്റ് ആവാം. എന്നാൽ ഈ ഫാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മേക്കിംഗ് യുവർ ലൈഫ് മോർ ഫാസ്റ്റർ, ബട്ട് ഇറ്റ് മീൻസ് സ്ലോയിങ് ഡൗൺ യുവർ ലൈഫ്. ഈ സ്ലോയിങ് ഡൗൺ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇൻഎഫിഷ്യന്റ് ആവുക എന്നല്ല. വി ഹാവ് സംഹൗ കൺഫ്യൂസ്ഡ് ഫാസ്റ്റ്നെസ് ഓർ സ്പീഡ് വിത്ത് എഫിഷ്യൻസി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഞാൻ BSNL ആയിരുന്നു നാട്ടിൽ കുറേ കാലം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ ഇട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി 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 എന്ന് സമയത്തും കാലത്തും ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പതുക്കെ അതങ്ങ് മാറ്റി. ഇപ്പൊ ഞങ്ങള് അംബാനിയുടെ ഒരു കസ്റ്റമറാണ് ഞാൻ. അപ്പൊ ജിയോയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സമയത്തും കാലത്തും എവിടെയെങ്കിലും ചെല്ലാം. കാരണം നമുക്ക് സ്ലോ ആവുക എന്ന് പറഞ്ഞാൽ ഇൻഎഫിഷ്യന്റ് ആവുക എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഒരു സഹോദരിയുണ്ട്, മിൻഷർ, അങ്ങനല്ലേ പേര് ഉച്ചരിക്കുന്നത്? മിൻഷർ എന്നല്ലേ? അപ്പം ഞാനത് കണ്ടോടൊപ്പം ഞാൻ വിചാരിച്ചു അതാ പേരെന്ന്. സോറി. ഓക്കെ. അപ്പോ അല്ലെങ്കിൽ വേറൊരാളായിക്കോട്ടെ. അപ്പം ഞങ്ങള് അച്ഛന്മാര് കമ്മിറ്റിക്കാരെല്ലാരും കൂടെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുന്നു എന്ന് വിചാരിക്കാം. അപ്പം ഹസ്ബൻഡ് പറയുന്നു, എടി എല്ലാവർക്കും ഒരു ചായ ഇട്. അടുക്കള പോയി 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായിട്ടും ചായ വരുന്നില്ല. അവിടെ ഇതുണ്ട്, ചായപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ചായ മാത്രം വരുന്നില്ല. അവളും അടുക്കളയിലുണ്ട്, ഗ്യാസും അടുക്കളയിലുണ്ട്, എല്ലാം അടുക്കളയിലുണ്ട്, പക്ഷെ ചായ മാത്രം വരുന്നില്ല. അപ്പോൾ കുറച്ചു നേരം സ്ലോ ആവുന്ന, അല്ലെ കുറച്ചു നേരം താമസിക്കുമ്പോൾ ഭർത്താവിനൊരു ചെറിയ ചമ്മല്. അപ്പൊ ഈ ചമ്മല് ഒന്ന് മറയ്ക്കാൻ വേണ്ടി പറയും, അച്ഛാ അവൾ ഇച്ചിരി സ്ലോയാ എന്ന് പറയും. അത് പറയുമ്പം ആ ഭർത്താവ് ഒട്ടും അഭിമാനത്തോടല്ല പറയുന്നത്, ഒരല്പം ഒരു ചമ്മലോട് പറയാം, അച്ഛാ അവൾ ഇച്ചിരി സ്ലോയാ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ അവൾക്ക് കഴിവ് കുറവാണ്. അതിനെ നമ്മൾ ഇൻഎഫിഷ്യൻസി ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ സ്പീഡും എഫിഷ്യൻസിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. വേഗത്തിൽ പഠിക്കുക, വേഗത്തിൽ കാര്യങ്ങൾ തീർക്കുക, അവരാണ് എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ഈസ് എ ടൈം ഓഫ് റീവിസിറ്റിംഗ് അവർ ഒബ്സഷൻ വിത്ത് സ്പീഡ്. വേഗതയോടുള്ള നമ്മുടെ ഒരു ഭ്രാന്തിനെ നമ്മളൊന്ന് കുറയ്ക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ടൈം ഓഫ് സ്ലോയിങ് ഡൗൺ. ദാറ്റ് ഡസൻറ്റ് മീൻ വി ആർ കോംപ്രമൈസിങ് എഫിഷ്യൻസി. നമ്മൾ നമ്മുടെ ഒരു കാര്യപ്രാപ്തി കുറയ്ക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇറ്റ്സ് എ ടൈം ഓഫ് ലുക്കിംഗ് അറ്റ് സർട്ടൻ ഏരിയാസ് ഓഫ് ലൈഫ് which we couldn't somehow or other closely look at because of our fast life.
വേഗത കൂടിപ്പോയത് കൊണ്ട് ശ്രദ്ധിക്കാൻ മറന്നുപോയ ചില ജീവിത മേഖലകളുണ്ട്. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മീ. നമുക്കിപ്പം നമ്മുടെ കൊച്ചു വളരുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ പേരൻസിന് വരുന്ന മാറ്റങ്ങൾ, നമുക്ക് തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ തന്നെ നമ്മളെ അപ്പോൾ വേഗത കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ജീവിതത്തിന്റെ ചില മേഖലകളെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇൻ അതർ വേർഡ്സ്, you are looking at different areas of life which you have somehow or other overlooked because of your fast life. അതുകൊണ്ട് വേഗത കുറയ്ക്കണം. ഈ വേഗത കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഐ റിപ്പീറ്റ്, യു ആർ നോട്ട് കോംപ്രമൈസിങ് ദി എഫിഷ്യൻസി. ഇപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു വഴിയെ യാത്ര പോകുമ്പോൾ വേഗത്തിൽ പോവാന്ന് വിചാരിക്കുക. വേഗത്തിൽ പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. എന്നാൽ നമ്മൾ ആ വഴിയെ ഒന്ന് നടന്നു പോയിക്കേ, ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ശ്രദ്ധിക്കാത്ത പല മനുഷ്യർ, പല കാഴ്ചകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ തിരക്കിനിടയിൽ കാണാതെ പോയ പല കാര്യങ്ങളെ നമ്മൾ കാണാൻ തീരുമാനിക്കുക. അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ജീവിതത്തിൽ നമ്മൾ അപ്പം ഈ 40 ദിവസത്തെ നമ്മുടെ നോമ്പ്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർലി അവോയ്ഡിങ് സർട്ടൻ ഫുഡ്. അത് ചോക്ലേറ്റോ മീറ്റോ ഇറച്ചിയോ മാത്രമല്ല, ഇറ്റ്സ് എ ടൈം ഓഫ് സ്ലോയിങ് ഡൗൺ. ഒരു എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഹെൽത്ത് ശ്രദ്ധിക്കാറില്ല. എളുപ്പത്തിൽ സംഭവിക്കാം. നമ്മൾ ഏറ്റവും വേഗത്തിൽ, ഇപ്പൊ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഒരാൾ തിരക്കിനിടയിൽ വേണ്ടാന്ന് വെക്കുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെഗുലർ എക്സസൈസ് ആണ്. കാരണം ഏറ്റവും എളുപ്പത്തിൽ വേണ്ട എന്ന് വെക്കുന്ന ഒരു കാര്യം ആരോഗ്യമാണ്, അല്ലെങ്കിൽ എക്സസൈസ് ആണ്. പ്രാർത്ഥന പിന്നെ നമ്മളത് നോമ്പിന്റെ അല്ലാത്ത സമയത്ത് വേണ്ടാന്ന് വെക്കുന്നതാണ് പലപ്പോഴും എന്നതുകൊണ്ട് ഞാൻ അത് പറയാം. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ടതല്ലെന്ന് കരുതി. അപ്പോൾ ലെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇനി 50 ദിവസം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യും, കാരണം എൻ്റെ ഹെൽത്ത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മറന്നുപോയി. മൈ ഹെൽത്ത് ഈസ് സോ പ്രഷ്യസ്, മൈ ഹെൽത്ത് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ തിരക്ക് കൂടിയപ്പം ഞാൻ ജിമ്മിൽ പോകുന്നത് വേണ്ടാന്ന് വെച്ചു, ഞാൻ റെഗുലറായിട്ട് കളിക്കുന്നത് വേണ്ടാന്ന് വെച്ചു, നടക്കാൻ പോകുന്നത് വേണ്ടാന്ന് വെച്ചു, യോഗ ചെയ്യുന്നത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഐ എം ഗോയിങ് ടു ടേക്ക് മൈ ഹെൽത്ത് വെരി സീരിയസ്ലി ഫോർ ദ നെക്സ്റ്റ് 50 days. ദാറ്റ് ഈസ് ഓൾസോ എ മീനിങ് ഫുൾ ലെൻഡ്. അപ്പൊ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. ഈ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എൻ്റെ ഹെൽത്ത് ഞാൻ വേണ്ടാന്ന് വെച്ചത്, അത് ശ്രദ്ധിക്കാതെ പോയത് ഇല്ല. ഇനി 50 ദിവസം ഐ എം ഗോയിങ് ടു ഫോക്കസ് ഓൺ മൈ ഹെൽത്ത്. ഐ എം ഗോയിങ് ടു ഡു എക്സസൈസ് ഓൺ എ റെഗുലർ ബേസിസ്, നോ കോംപ്രമൈസ്. കാരണം ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എൻ്റെ ശരീരം. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് ഈസ് അവർ ബോഡി. നമ്മൾ ഈ ശരീരത്തെ വി ഹാവ് നോട്ട് ടേക്കൺ സീരിയസ്ലി. അപ്പോൾ വൈ വി സ്ലോ ഡൗൺ? ഞാൻ എന്തിനാണ് സ്ലോ ഡൗൺ ചെയ്യുന്നത്? ദൈവം എനിക്ക് തന്ന ഒത്തിരി ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് പലതും ഞാൻ ശ്രദ്ധിക്കാതെ പോയി. അതിലൊന്ന് എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ജീവിത പങ്കാളി. ഞാൻ ഈ തിരക്കിനിടയിൽ പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല. അവളുടെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കൺസേൺസിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. പല കാര്യങ്ങളും എനിക്ക്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റിൽ ഒന്നാണ്. പക്ഷെ തിരക്കിനിടയിൽ ഞാൻ അതൊക്കെ മറന്നുപോയി അതുകൊണ്ട് അടുത്ത 50 ദിവസം ഞാൻ സ്ലോ ഡൗൺ ചെയ്യാൻ പോവാം. എൻ്റെ പിള്ളേരുടെ കൂടെ ഞാനൊന്ന് കളിച്ചിട്ട് എത്ര നാളായി? നമ്മുടെ പിള്ളേരെ അങ്ങ് വളരുകയാണെന്നാണ് നമ്മുടെ വിചാരം. പഴയ കോംപ്ലാന്റെ പരസ്യം പോലെ, ഞങ്ങൾ വളരുകയല്ലേ മമ്മി.
അവര് വളരുകയാണ്, പക്ഷെ നമ്മൾ അവരെ വളർത്തുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയം കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ, അവരുടെ കൂടെ പാർക്കിൽ പോകാൻ, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കാർട്ടൂൺ കാണാൻ അവരെത്ര ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ പേരൻസ്, പ്രത്യേകിച്ച് ആണുങ്ങളാണെങ്കിൽ എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പനെ അമ്മയൊക്കെ വിളിക്കേണ്ട ജോലി. നമ്മള് ട്രംപിനെ അങ്ങനെയുള്ള വലിയ വലിയ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ലോക്കൽ ഇഷ്യൂ ഒന്നും കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അടുത്ത 50 ദിവസം ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ എല്ലാ ദിവസവും വിളിക്കും. ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ ടോക്ക് ടു ദം ഫോർ നെക്സ്റ്റ് 50 days. കാരണം അവരെനിക്ക് ദൈവം തന്ന വലിയ ഗിഫ്റ്റ് അല്ലേ. അതുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും കഴിക്കാതിരിക്കുന്നത് മാത്രമാണെന്ന് നമ്മൾ ധരിക്കരുത്. ഐ എം ഗോയിങ് ടു ഡെലിബറേറ്റ്ലി സ്ലോ ഡൗൺ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം അങ്ങനെ സ്ലോ ഡൗൺ ചെയ്തപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല, പല കാര്യങ്ങളും ഞാൻ ഓവർലുക്ക് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി അത് വരരുത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു സ്ലോ ഡൗൺ. അതുകൊണ്ട് ഒരു 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഒരു ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ച് യു ഹാവ് 75 days പർപ്പസ്ഫുള്ളി സ്ലോയിങ് ഡൗൺ യുവർ ലൈഫ്. സ്പീഡ് കുറയ്ക്കുക. നമ്മൾ സാധാരണ പറയുന്ന പോലെ സ്പീഡ് ത്രിൽസ് ബട്ട് ഇറ്റ് കിൽസ്. ഇത്രയും സ്പീഡ് ജീവിതത്തിന് വേണ്ട. നമ്മൾ ഡ്രൈവിംഗിലെ സ്പീഡിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് let this Lent be a time of purposefully and deliberately slowing down the pace of life, which in no way mitigates your efficiency or your ability to do things. നമ്മുടെ കഴിവ് വേണ്ടാന്ന് വെക്കുകയല്ല, കുറെ കൂടെ എഫിഷ്യന്റ് ആയി നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്സിനെ കാണുക എന്നതാണ് വാസ്തവത്തിൽ ഫാസ്റ്റിംഗ്. അതുകൊണ്ട് കൂടുതൽ ഫാസ്റ്റ് ആവുക എന്നുള്ളതല്ല, ഇറ്റ്സ് എ ടൈം ഓഫ് സ്ലോയിങ് ഡൗൺ എന്നതും കൂടെയാണ്. അപ്പൊ ഈ സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് ഒരു കൗണ്ടർ കൾച്ചറാണ്. ഇന്നത്തെ കാലത്ത് ഈ സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ, ഒരു കൗണ്ടർ കൾച്ചറാണ്. അതല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. ഞാൻ ഒരു സിമ്പിൾ ചോദിച്ചാൽ, നമ്മള് ബ്രീത്ത് ചെയ്യുന്നത് തന്നെ ഒന്ന് എന്താ പറയാ, എക്സ്പീരിയൻസ് ചെയ്തിട്ട് എത്ര നാളായി കാണും? നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളത് പോലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കഴിക്കുവല്ല, വിഴുങ്ങുക. ഇങ്ങനെ അങ്ങ് അകത്തോട്ടൊക്കെ ഇത് തമ്മിൽ നല്ല ഈ എന്താ പറയുന്നത്, ഈ അതിന്റെ ഒരു ഇങ്ങനെ ടി വി കാണുന്നു, ഇങ്ങനെ കഴിക്കുന്നു. കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഭക്ഷണം ആസ്വദിച്ച്, ഇതൊക്കെ സ്ലോ ഡൗൺ ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മളൊരു കോൺഷ്യസ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എത്ര നാളായി കാണും? ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോൾ കോൺഷ്യസ് ആയിട്ട് ഇന്ന് എടുക്കുന്നു, മുടി ചീകുന്നു, മേക്കപ്പ് ഇടുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഞാൻ ഡ്രസ്സ് ഏത് ഇടണമെന്ന് തീരുമാനിക്കും. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ട് എത്ര കാലമായി? നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും എൻജോയ് ചെയ്തിട്ട് എത്ര കാലമായി? എങ്ങനെയൊക്കെയോ ഗിയർ വീഴുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നുള്ള. വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് കോൺഷ്യസ്ലി. ഈ കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറച്ചി മീനും 50 ദിവസം വേണ്ട എന്ന് വെക്കുന്നതിലേക്ക് ചുരുക്കി കളയരുത് നമ്മൾ. കാരണം അതെല്ലാവരും ചെയ്യുന്ന കാര്യം, രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്, സിനിമാ നടന്മാരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഡയറ്റ് പ്ലാൻ അല്ല. ഇപ്പൊ കൊളസ്ട്രോൾ ഉള്ളവരും ചെയ്യുന്നുണ്ട്, ഇറച്ചി മീനും വേണ്ടാന്ന് വെക്കുന്നുണ്ട്. നമ്മളെക്കാൾ നല്ലതായിട്ട് ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്, വീഗൻസ്. അതുകൊണ്ട് ഹൗ ഈസ് അവർ ഫാസ്റ്റിംഗ് ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ ഹു ഓൾസോ ഫാസ്റ്റ്? അവിടെ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാസ്റ്റിംഗ് ഒത്തിരി പല മീനിങ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഇന്ന് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, സ്ലോ ഡൗൺ. സ്ലോയിങ് ഡൗൺ മീൻസ് നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ജീവിതത്തിലെ ചില റിലേഷൻഷിപ്സ്, ചില ഏരിയാസ് ഓഫ് ലൈഫ്
അതിനെ കുറെ കൂടെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. വെൻ യു ഡു സംതിങ് കോൺഷ്യസ്ലി യു സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. ഇനിയും ഈ സ്ലോ ഡൗണിന്റെ മറ്റൊരു മേഖലയാണ് യേശു പറയുന്നത്. ഈ അറ്റൻഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഒബ്സഷനാണ്. അത് മോശം കാര്യമല്ല. നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹമില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് കള്ളമാണ്. എല്ലാവർക്കും അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ എന്നെ ആരും ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്ന ആത്മീയ ആചാര്യന്മാരുണ്ട്. പക്ഷേ അവർ ഒരുങ്ങാൻ എടുക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്യാസി എന്നൊക്കെയാണ് പേര്, പക്ഷെ അവരവരുടെ ഡ്രസ്സിനും മേക്കപ്പിനും കൊടുക്കുന്ന ടൈം എന്തുമാത്രമുണ്ട്? കണ്ണാടി എടുക്കുന്നത്, ചെരുപ്പ് എടുക്കുന്നത്, പാൻ്റ് എടുക്കുന്നത്, കുപ്പായം ഇടുന്നത്, അതിന് തെറ്റൊന്നുമില്ല. കാരണം യു ആർ ഡൂയിങ് ഇറ്റ് കോൺഷ്യസ്ലി, which means you are taking yourself seriously. So taking yourself seriously is not a sin. നമുക്ക് പലപ്പോഴും നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് പാപമാണെന്നാണ് വിചാരം. അത് പാപമല്ല. യു ഹാവ് ടു ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി. അറ്റ്ലീസ്റ്റ് യു മസ്റ്റ് ടേക്ക് യുവർ സെൽഫ് സീരിയസ്ലി. നമ്മളെ ചിലപ്പം വേറെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലായിരിക്കും. അതുകൊണ്ട് ടേക്കിംഗ് മൈസെൽഫ് സീരിയസ്ലി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഫാസ്റ്റിംഗ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്ലോയിങ് ഡൗൺ. ഞാൻ എന്നെ കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഫാസ്റ്റിംഗ്. അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ. ഭക്ഷണം, എൻ്റെ റിലേഷൻഷിപ്സ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പേരൻസ്, എൻ്റെ ചർച്ച്, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മൾ പറയാൻ പോകുന്ന അടുത്ത കാര്യം, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ അറ്റൻഷൻ സിൻഡ്രോമാണ്. അപ്പം അറ്റൻഷൻ വേണ്ടെന്നല്ല, പക്ഷെ അതൊരു ഒബ്സഷനായി മാറരുത്. വി ഓൾ നീഡ് പീപ്പിൾസ് അറ്റൻഷൻ. അറ്റൻഷൻ വേണ്ടാത്ത ആരുമില്ല. എനിക്ക് ആരുടെ അറ്റൻഷൻ വേണ്ട എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അങ്ങനെയൊന്നും, അതൊരു ഓണസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും കാരണം നമ്മൾ നന്നായിട്ടൊരു കാര്യം ചെയ്യുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ. അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഫാസ്റ്റിംഗ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദി അറ്റൻഷൻ ഓഫ് പീപ്പിൾ, ദി അപ്രീസിയേഷൻ ഓഫ് ദ പീപ്പിൾ, the applause of the people should not be our ultimate goal. It is important, but that should not be our ultimate desire. മനുഷ്യര് നമ്മളെ കുറിച്ച് നല്ലത് പറയണം എന്നത് ഒരു തെറ്റല്ല, അത് മോശമല്ല. പക്ഷേ നമ്മൾ മനുഷ്യര് നല്ലത് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. യു വാണ്ട് ടു ബി എ ഗുഡ് ബോയ് സിൻഡ്രോം എന്ന് വേണേ പറയാം. യു വാണ്ട് ടു ബി നൈസ്. യു കനോട്ട് ബി നൈസ്. ഇപ്പം സപ്പോസ് ഇഫ് യു ആർ എ ടീച്ചർ, യു ആർ എ ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേഴ്സാണ്, ഒരു ഫ്ലോറിന്റെ ഇൻചാർജ് ഉണ്ട്, ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ്. യു കനോട്ട് ബി നൈസ്. അപ്പോ എല്ലാവരും നമ്മളെ നൈസ് ആണെന്ന് പറയണം എന്ന് കരുതുന്നത് അത് നല്ലതല്ല. ഇവിടെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് യേശു പറയുമ്പോൾ തൻ്റെ കേൾവിക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, മനോഹരമാണ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള യേശുവിന്റെ വാക്കാണ്. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 6:16 മുതൽ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കും, അവർക്ക് പ്രതിഫലം. അപ്പോ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സ്ലോ ഡൗൺ ആണ്, അതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, വൈ ഡു ഐ ഫാസ്റ്റ്? ഇപ്പൊ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ, എടാ നിനക്ക് നോമ്പുണ്ടോ? അപ്പൊ പറയും ഇല്ലടാ. അപ്പുറത്തേക്ക് നമ്മളെ ഒരു പുച്ഛമാണ്, നോമ്പില്ലാത്ത മർത്തോമാക്കാരൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ഭയങ്കര വിഷമാണ്. അപ്പം ഇനി ചിലരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ, എന്താടാ ഞാൻ ഉപവാസമാണ് എന്ന് പറയും. അപ്പൊ നമ്മളെ കണ്ടാൽ ഉപവസിക്കുന്ന ആളാന്ന് ആർക്കും തോന്നരുത്.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ തലയിലൊക്കെ നല്ലപോലെ, ഇപ്പൊ പിന്നെ എണ്ണയൊന്നും അങ്ങനെ തേക്കത്തില്ല, പക്ഷെ കർത്താവ് പഴയ സ്കൂൾ ആയതുകൊണ്ടായിരിക്കും തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് മുഖമൊക്കെ മിനുക്കി. ഒരിക്കലും നിങ്ങളൊരു ഫീസ്റ്റ് കഴിഞ്ഞ് വന്ന പോലെ ഇരിക്കണം നിങ്ങളുടെ ഫാസ്റ്റിംഗ്. ബിക്കോസ് യു ആർ നോട്ട് ഫാസ്റ്റിംഗ് ടു ഇംപ്രസ് പീപ്പിൾ or to get good certificates from your fellow believers. അപ്പം മനുഷ്യരെ, അപ്പം the attention of people is important. We want to be noticed by people, but the attention of the people should not be our ultimate desire. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നൈസ് ബോയ് സിൻഡ്രം എന്നോ ഗുഡ് ബോയ് സിൻഡ്രം എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ആരോ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി ലൈക്ഡ് ബൈ എവറി വൺ, സ്റ്റാർട്ട് സെല്ലിങ് ഐസ്ക്രീം. ഇപ്പം നിങ്ങൾക്ക് 2 പിള്ളേരുണ്ട്, എപ്പോഴും നിങ്ങൾ നൈസ് ആയിരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കൊരു മോനുണ്ട് അല്ലെങ്കിൽ ഒരു മോളുണ്ട്, ജനിച്ചതിന് ശേഷം എന്നും നൈസ് ഡാഡി, നൈസ് ഡാഡി, നൈസ് ഡാഡി അല്ലെ നൈസ് മോം എന്ന് പറയിപ്പിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ബി നൈസ്. Try to be nice, but being nice is not the ultimate goal of life. അപ്പോ യേശു പറഞ്ഞു നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. പക്ഷെ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ആകരുത്. അപ്പൊ യേശു ഇത് പറയുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു വ്യത്യസ്തമായ ഒരു ഉപവാസത്തെ കുറിച്ച് പറയുന്നത്. ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപവാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചാണ് യേശു ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. പല റിലീജിയനിലും അതുണ്ട്. അറബ് റിലീജിയനിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്, ബുദ്ധിസത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്തു മതത്തിലുണ്ട്. രാഷ്ട്രീയക്കാർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സിനിമാ നടന്മാർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എത്രയോ പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മാത്രമാണ് ഫാസ്റ്റ് ചെയ്യുന്നതൊന്നുമല്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് ചെയ്തതുപോലുള്ള ഒരു ഫാസ്റ്റിംഗ് ഒന്നും നമ്മൾ ആരും ചെയ്യുന്നില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 50 ദിവസം എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് ചിന്തിക്കരുത്. സോ ഫാസ്റ്റിംഗ് ഈസ് നോട്ട് യുണീക്ക് ടു ക്രിസ്ത്യാനിറ്റി. പലര് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ്? ഹൗ ഈസ് മൈ ഫാസ്റ്റിംഗ് ഡിഫറെന്റ് ഫ്രം ദ ഫാസ്റ്റിംഗ് ഓഫ് മൂവി ആക്ടേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, or people who belong to other religious tradition or faith traditions? How is my fasting different? What is so Christian about my fasting? അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഫാസ്റ്റിംഗ് ഈസ് എ ടൈം ഓഫ് സ്ലോയിങ് ഡൗൺ. ഫാസ്റ്റ് ആണ് അത് കുറയ്ക്കുക. എന്താണ് സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം തിരക്ക് കൂടിയത് കൊണ്ട്, സ്പീഡ് കൂടിയത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില റിലേഷൻഷിപ്സ് ഉണ്ട്. അതിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, നെയ്ബേഴ്സ്, കളീഗ്സ്, പലരുണ്ട്. ഞാൻ വളരെ തിരക്കാണ്. ഐ എം സോ ബിസി, സോ മച്ച് സോ that I have ignored many important people in my life. തിരക്ക് കൂടിപ്പോയത് കൊണ്ട് ഞാൻ മറന്നുപോയ, അവഗണിച്ചു പോയ മനുഷ്യരാരൊക്കെയാണ്? So during this Lent, I'm going to make it a point that I'm going to give due attention to those people whom I have ignored over the last many years because of my busyness. വെറുതെ, let this be a time of serious introspection. നമ്മൾ നമ്മുടെ പേരൻസിനോട് കോൺഷ്യസ് ആയി വർത്താനം പറഞ്ഞിട്ട് എത്ര നാളായി? നമ്മുടെ മക്കളോട് കോൺഷ്യസ് ആയിട്ട് ഒന്ന് ഇടപെട്ടിട്ട് എത്ര സമയമായി? അവരോട് കളിച്ചിട്ട് എത്ര സമയമായി? അവരുടെ കൂടെ ഒരു മൂവിക്ക് പോയിട്ട് എത്ര സമയമായി? അവരുടെ കൂടെ ഇനി ചിലപ്പോൾ പോകുമായിരിക്കും, പക്ഷെ പെട്ടെന്ന് അത് തീർത്തിട്ട് തിരിച്ചു വരും. അവരുടെ കൂടെ ഒരു ഡിന്നറിന് പോയിട്ട് എത്ര നാളായി? എൻ്റെ വൈഫിന്റെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ ഇൻലോസിന്റെ കൂടെ. ഞാൻ ഒരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടല്.
എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ ഞാൻ ഈ നാട്ടിലൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ നിങ്ങളെ പോലെയുള്ള സഹോദരന്മാര് അവധിക്ക് നാട്ടിൽ വരും. 30 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരും. പക്ഷെ ഈ 30 ദിവസം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ഇരിക്കും? UK നിന്ന് വരുന്നവര് മൂന്നാറിന് പോകുന്ന കാണാം, കൊടൈക്കനാലിന് പോകുന്ന കാണാം, തേക്കടി. നിങ്ങളുടെ അവിടുത്തെ സ്ഥലത്തേക്കാൾ നല്ലതാണോ ഈ സ്ഥലമൊക്കെ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കും, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കറങ്ങാൻ പോകും. ഈ അപ്പനും അമ്മയും ഒക്കെ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ വരുന്നു എന്ന് പറയുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുക. നിങ്ങളാണെങ്കിലോ ഇത്രയും സ്ഥലങ്ങളൊക്കെ കേരളത്തിലുണ്ടെന്ന് നമ്മൾ അവര് തന്നെ അറിയുന്നത് നിങ്ങൾ അവധിക്ക് വരുമ്പോഴാണ്. അപ്പം കുറച്ചുകൂടെ അതാണ് ലെൻഡ് എന്ന് പറയുന്നത്. 50 ദിവസത്തെ അല്ലെങ്കിൽ 30 ദിവസത്തെ അവധിക്ക് വന്നാൽ ഭാര്യയുടെ വീട്ടിൽ വിടണം, പുള്ളിക്കാരുടെ പേരൻസിനൂടെ കുറച്ച് ദിവസം സമാധാനമായിട്ട് നിൽക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയുടെയും കൂടെ മകനായും മകളായും കുറച്ച് ദിവസം നിൽക്കണം. ഇതൊക്കെയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്, ലെറ്റ് us സ്ലോ ഡൗൺ. ഇത്രയൊന്നും സ്പീഡ് ആവശ്യമില്ല. വി ആർ ടു ഫാസ്റ്റ്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഈസ് എ ടൈം ഓഫ് റിയലൈസിങ് ദാറ്റ് ബീയിങ് ടു ഫാസ്റ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതുകൊണ്ട് ഇറ്റ്സ് എ ടൈം ഓഫ് ഡെലിബറേറ്റ്ലി സ്ലോയിങ് ഡൗൺ അവർ ലൈഫ്. എന്നിട്ട് നമുക്ക് നോക്കാം, ഞാൻ തിരക്ക് കൂടി പോയത് കൊണ്ട്, ബിസി ആയി പോയത് കൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്ത എത്ര മനുഷ്യരുണ്ട്? അവരെ കുറച്ചു പേരെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എടുക്കാം. അതിൽ ഫാമിലി വരും, പേരൻസ് വരും, റിലേറ്റീവ്സ് വരും, നെയ്ബേഴ്സ് വരും, സിബ്ലിങ്സ് വരും. ക്യാൻ വി സ്ലോ ഡൗൺ എ ലിറ്റിൽ മോർ? രണ്ടാമത് പറഞ്ഞതാണ്, ഇതിപ്പോ നമ്മുടെ റിലേഷൻഷിപ്സിന്റെ കാര്യമാണ്. ബൈ സ്ലോയിങ് ഡൗൺ മീൻസ് യു ആർ ടേക്കിംഗ് യുവർ സെൽഫ് മോർ സീരിയസ്ലി. ഞാൻ എന്നെ തന്നെ, എനിക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ നോക്കണ്ടേ, ഞാൻ കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യുന്നു, കുറച്ചുകൂടെ നല്ല ഭക്ഷണം കഴിക്കുന്നു. ഐ എം ഗോയിങ് ടു ടേക്ക് മൈസെൽഫ് വെരി സീരിയസ്ലി ബിക്കോസ് ഐ എം സോ പ്രഷ്യസ് ആൻഡ് മൈ ബോഡി ഈസ് ദ മോസ്റ്റ് സബ്ലൈം ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം എനിക്ക് തന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹമാണ് എൻ്റെ ശരീരം. അതുകൊണ്ട് ഈ 50 ഡേയ്സിൽ ഐ എം ഗോയിങ് ടു ടേക്ക് മൈ ബോഡി സീരിയസ്ലി. ഫൈനലി പറഞ്ഞതാണ്, ഫാസ്റ്റിംഗ് നോട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. അത് നമ്മുടെ ഒരു സ്പിരിച്വൽ എക്സസൈസ് എന്ന നിലയില്ല. പലപ്പോഴും നമ്മൾ ഇറച്ചി മീനും കഴിക്കാതെ വേണ്ട എന്ന് വെക്കുന്നത് മാത്രമാണ് എന്ന് വല്ലാതെ ചുരുങ്ങി പോകുന്നു. അത് നമ്മുടെ ഒരു 50 ഡേയ്സ് ലെൻറ്റിന്റെ വളരെ ബേസിക് ആയ കാര്യമാണ്. ഇറച്ചി മീനൊന്നും ഇന്ന് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ നമ്മുടെ ഫാസ്റ്റിംഗ് കുറെ കൂടെ കോൺഷ്യസ് ആക്കാം. നമ്മുടെ എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസസും കുറെ കൂടെ കോൺഷ്യസ് ആവാം. അതിൽ പ്രെയർ ഉണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്, ആംസ് ഗിവിംഗ് ഉണ്ട്. ഈ മത്തായി 6 പറയുന്ന ഈ 3 കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുക. എന്തിനാണ് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത്? നോട്ട് ടു പ്ലീസ് എനിവൺ, മറ്റാരെയും പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തിന് പ്രസാദകരമാകുന്ന തരത്തിൽ നമ്മുടെ ഫാസ്റ്റിങ്ങിനെ നമുക്ക് കാണാനായിട്ട് ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും നേരമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് മനസ്സ് കാണിച്ചതിൽ നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഇതിനേക്കാൾ നല്ല ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ യുവർ ലിസണിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്.